രാഹുൽ മുദ്രാവാക്യം വിളിയുടെ മുഴക്കം അത് VS എന്ന നേതാവിൻ്റെ വലിപ്പത്തോടം പോന്ന ആഴത്തിലുള്ളതാണ്, ശബ്ദത്തിലുള്ളതാണ്. രാഹുൽ ആ ഗാംഭീര്യവുമെല്ലാം ഇഴമുറിയാതെ ഉയർന്നു കേൾക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്ത് പ്രതിവിധിക്കും VS കണ്ടുപിടിച്ച ഒരു മരുന്നുണ്ടായിരുന്നു. അത് ജനസമിതിയാണ് എന്ന് VS പലതവണ തെളിയിച്ചതാണ്, കർമ്മമണ്ഡലത്തിൽ തെളിയിച്ചതാണ്. അങ്ങനെ VS മരുന്നായി കരുതിയ മനുഷ്യർ, അങ്ങനെ VS പല ഘട്ടങ്ങളിൽ അവർക്കൊപ്പം ചേർന്ന് പ്രവർത്തിച്ച മനുഷ്യർ, സാന്നിധ്യം അറിയിച്ച മനുഷ്യർ, VSൻ്റെ ആ സാന്നിധ്യം ഏറ്റ മനുഷ്യരൊക്കെ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ചേട്ടാ എവിടുന്നാണ്? ഞങ്ങൾ ശംഖുത്തുനിന്ന് വരുന്നു. ഞാനും മോനുമാണ്. ഞാൻ UAE-ലായിരുന്നു 10-23 വർഷക്കാലം. പാർട്ടി മെമ്പറായിരുന്നു. ഇതിനു മുമ്പ് പോകുന്നതിന് മുമ്പേ പാർട്ടി മെമ്പറായിരുന്നു. ഇപ്പോൾ അടുപ്പമുണ്ടോ? VSുമായിട്ട് വളരെയധികം ആത്മബന്ധമാണുള്ളത്. വലിയ ആത്മബന്ധമുള്ള ആളുകളാണ്. അതാ ഓടിയെടുക്കുകയാണ് VSനെ കാണാനായി ഓടിയെടുക്കുകയാണ് ആളുകൾ. ഇതുതന്നെയാണ് ആ മനുഷ്യൻ മുന്നോട്ട് വെച്ച രാഷ്ട്രീയം. കാരണം ഏത് നിമിഷവും ഓടിയെടുക്കാൻ കഴിയുന്ന, ഏത് നിമിഷവും സഹായത്തിനാൽ വിളിച്ചാൽ ഓടിയെത്തുന്ന തങ്ങളുടെ ആ രണ്ടക്ഷരം, എന്നും പ്രതീക്ഷയായിരുന്ന രണ്ടക്ഷരം, ആ രണ്ടക്ഷരത്തിലേക്ക് ഏറ്റവും ഒടുവിൽ ഓടിയെടുക്കുകയാണ് മനുഷ്യർ. ഇതിനു മുൻപ് നമ്മൾ പല ഘട്ടങ്ങളിൽ കണ്ടതാണ്. എല്ലാ വിഭാഗം ജനങ്ങളും ആവശ്യങ്ങൾക്കായി എപ്പോൾ വിളിച്ചാലും വിളി കേൾക്കുന്ന ആ നേതാവിലേക്ക് ഓടിയെടുക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ AK സെൻറ്ററിന് മുന്നിൽ നമുക്ക് കാണാം, ആളുകൾ ആവേശപൂർവ്വം ഓടിയെടുക്കുകയാണ്. ഓടിയെടുക്കുമ്പോൾ അവർ ഇനി കാണുന്നത് അന്ന് ഇത്രയും വർഷം പല ഓർമ്മകളിലായി അവർ സൂക്ഷിച്ചിരിക്കുന്ന, പല നിലപാടുകളിലായി അവർ ആരാധിച്ചിരുന്ന ആ മനുഷ്യനെയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കാണാൻ പോകുന്നത്. കുറേ വർഷമായി അവർ ആഗ്രഹിച്ചിരുന്നതാണ്. പക്ഷേ ഇനി ഈ അവസരം ഒരിക്കലും നഷ്ടപ്പെടുത്താൻ കഴിയില്ല, അല്ലെങ്കിൽ നഷ്ടപ്പെടുത്താനാകില്ല എന്ന തിരിച്ചറിവ് അവർക്കുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ എല്ലാവരും ഓടിയെടുക്കുകയാണ് VSലേക്ക്. ആ കാഴ്ചയാണ് AK സെൻറ്ററിൽ നിന്ന് കാണാൻ കഴിയുന്നത്. നിരവധി മനുഷ്യർ പല സ്ഥലങ്ങളിൽ നിന്ന്, പലയിടങ്ങളിൽ നിരവധി മനുഷ്യർ ഓടി വരികയാണ് AK സെൻറ്ററിലേക്ക്. രാഹുൽ തത്സമയ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. VSന് റെഡ് സല്യൂട്ട് സമർപ്പിക്കുകയാണ് പാർട്ടി പ്രവർത്തകർ.